എന്താണ് ഈ കാണിക്കണത്? അനുഗ്രഹിക്കണോ അമ്മേ, ബസ് കണ്ടക്ടറായിട്ട് ജോലി കിട്ടിയിട്ട് എന്റെ ആദ്യത്തെ ദിവസമാണ്. മോനെ പിന്നെ പടിയിലൊന്നും നിക്കരുത്. ഞാൻ ചവിട്ടുപടിയിലൊന്നും നിക്കത്തില്ല. ഞാൻ സ്ത്രീകളുടെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം. മാമന്റെ കാല് പിടിച്ച ഈ പണി ഒപ്പിച്ചെടുത്തത്. അതല്ലേ ഞാൻ അമ്മയുടെ കാല് പിടിച്ചത്. നീ ആയിട്ട് ആ പണി കളഞ്ഞു കുളിക്കരുത്. ഇല്ലമ്മേ, വിജയസ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും. പോയിട്ട് വാ. നീ എന്താ ഈ വേഷത്തിൽ? അതോ എനിക്ക് എന്റെ മാമന്റെ ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. ഇവന്റെ സ്വഭാവത്തിന് പറ്റിയ പണി തന്നെ. ഇനി എനിക്ക് എന്തു സുഖമാ, എല്ലാവരെയും കാണാം. പെണ്ണുങ്ങളൊക്കെ തട്ടി മുട്ടി നിന്ന് ജോലി ചെയ്യാം. എന്നിട്ട് അവര് നിന്നെ തട്ടാൻ. അതൊന്നുമില്ല. ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിന്റെ മാമൻ കുത്തുവാളെടുത്തത് തന്നെ. അതെങ്ങനെ? എടാ അവരൊക്കെ ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോ നീ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കില്ല. പിന്നെ അതൊന്നുമില്ല, എന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കും. ലോലനൊരു പണിയായി. നമുക്കൊരു പണി വേണ്ടേ? വേണോ? വേണോ? വേണ്ടേ? ഇതുപോലെ ഇങ്ങനെ നടക്കാം. ഹലോ, ഞാൻ ജോലിക്ക് വരാനോ? വെക്കടാ ഫോൺ. ജോലിക്ക് ആരട്? ഒരുത്തൻ ജോലിക്ക് നമ്മളെ വിളിക്കുന്നത്. അവരോട് പോകാൻ പറ. പിന്നല്ലാതെ നമ്മ പണിയെടുത്ത് ജീവിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? വെറുതെ നടക്കാനും സമ്മതിക്കത്തില്ല. ആരാ പൊതുവഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നത്? തിരിഞ്ഞിരിക്കണം. നമ്മുടെ ലോലൻ. ലോല, ഇതെന്ത് പറ്റി? വണ്ടി അപകടം വല്ലതാണോ? അല്ല, അമ്മാവൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. കാലത്തെ ജോലി കയറി വൈകിട്ട് പിരിച്ചും വിട്ടോ? ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ? അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ സ്നേഹത്തോടെ ടിക്കറ്റ് കൊടുത്തു. എടാ, സ്നേഹത്തോടെ ടിക്കറ്റ് കൊടുക്കുന്നതിന് അമ്മാവൻ എന്തിനാ നിന്റെ കൈ തല്ലി ഓടിക്കുന്നത്? അമ്മാവനല്ലെന്നേ അടിച്ചോടിച്ചത്. പിന്നെ നമ്മൾ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെയാണെന്ന് അവരെങ്ങനെ അറിയും? അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എഴുതി കൊടുത്തു. എന്നിട്ടോ എടോ, എവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിനകത്തുണ്ടായിരുന്നു. ഇവന്മാർക്കൊണ്ടോ സ്നേഹവും ബഹുമാനവും. കഴുതകള് അടി തുടങ്ങിയില്ലേ? ഇന്നലെ പരിചയപ്പെട്ട റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും. അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന. ഫോണ്. ഹലോ ഹലോ, ലോണ, ഇത് ഞാനാ ചിന്നു. ചിന്നു, ലോണനിന്റെ എവിടെയാ? ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ, റോഡിന്റെ അവിടെയാ. ലോണൻ അവിടെ നിന്നോ? എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം. അതെന്തിനാ? എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് ലോണ. എന്റെ കയ്യില് കാശില്ല. അങ്ങനെ പറയരുത് ലോണ. ദേ, ഞാൻ വന്നു കഴിഞ്ഞു, ഞാൻ വരുവാട്ടോ. ഈ കാശ് ചിന്നു കൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും? മോശമല്ലേ? ലോണ, പോയാലോ? ലോണ, ലോണ, ആ സുന്ദരി ടെക്സ്റ്റൈൽസിലെ നല്ല അടിപൊളി ഒരു ചുരിദാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ലോണൻ എനിക്കത് മേടിച്ചു തരണം. വെറും 1000 രൂപയുള്ള അതിന്റെ വില. അയ്യോ, അങ്ങനെ പറയരുത്. ലോൺ അല്ലാതെ വേറെ എനിക്ക് ആരാ മേടിച്ചു തരാനുള്ളത്? എന്റെ കാശില്ലാത്തോണ്ടാ. ഞാൻ ആ ചുരിദാറിന് നടക്കുമ്പോ എന്റെ കൂട്ടുകാരികൾ ചോദിക്കുമ്പോ എനിക്ക് പറയാലോ ലോണ മേടിച്ചു തന്നെ. അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ലോണന്. അത് പിന്നീടേ അതിനേക്കാൾ നല്ലതൊരെണ്ണം മേടിക്കാം. ഇപ്പൊ എന്റെ കാശില്ലാഞ്ഞിട്ടാന്നേ. ഇതെന്ന് കണ്ടില്ലേ? കിന്നാരം പറയുമ്പോ മാത്രം എന്നോട് സ്നേഹമുള്ളൂ, അല്ലാത്തപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നാ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവാ. എന്നാത്തിനാ? ചാക്കോസാറിന് ജോലി ആ ഓർഡർ കൊടുക്കാൻ പോവാ. രക്ഷപ്പെട്ടു. എത്ര കാലം കൊണ്ട് കാത്തിരുന്നതാ. പാവം, നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ. അയ്യോ, എന്റെ പേഴ്സ്. പിന്നെ എന്താ സുഗുണ ഓടുന്നേ? ഓർഡർ കൊടുക്കാൻ പോവാ. ഓർഡർ കൊടുത്തില്ലേ? ആ ഓർഡർ കൊടുത്ത് പെട്ടിക്ക് ഓർഡർ കൊടുക്കാൻ പോവാ. ചാക്കോസാർ തട്ടിപ്പോയി. അതിന് ജോലി കിട്ടിയ സന്തോഷം കൊണ്ടാണോ? പ്രായമുള്ള ആളല്ലേ? ശരിയാ, നല്ല പ്രായമുള്ള ആളല്ലേ. സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോവും. അയ്യോ, എന്റെ പേഴ്സ് ഇവിടെ. ലോണൻ എന്തെടുക്കുക? അമ്മയ്ക്ക്
വാദം, കുറച്ച് പുല്ല് പറിക്കുവാ, അല്ല മരുന്ന് പറിക്കുവാ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ ലോണിനായിട്ട് വഴക്കിട്ട് എപ്പോ പോയാലും എനിക്ക് നല്ല കാലമാണ്. ഞാൻ ലോണിനായിട്ട് വഴക്കിട്ട് ഇതുവഴി പോയപ്പോഴേ എനിക്ക് ഇവിടെ കിടന്നൊരു പേഴ്സ് കിട്ടി. ഒരു കറുത്ത പേഴ്സാണോ? എന്നിട്ട് അതില് 1000 രൂപയും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പേഴ്സ് എന്തിയേ? ആ രൂപയ്ക്കല്ലേ ഈ ചുരിദാർ മേടിച്ചത്. എടലോലോ ഓ. എന്നാ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയത്? എടാ എന്റെ കല്യാണമോ നടക്കുന്നില്ല, എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിൽ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി. അത് ശരിയാ, മറ്റുള്ളവരുടെ കല്യാണം കണ്ട് നിനക്ക് സന്തോഷിക്കാം. അത് പോട്ടെ, എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. നീ എന്നാടാ വിചാരിച്ച ഈ ലോറൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ? അതല്ലെന്നേ, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. കല്യാണം കഴിക്കാൻ നിനക്ക് അല്ലേ? ഈ ജന്മത്ത് നടക്കത്തില്ല. അതിന് ലോറൻസ് മാരേജ് ബ്യൂറോ അല്ല, ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല. ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല, പിന്നെയാണ് നിനക്ക്. പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക്. ദേ ചിന്നു വരുന്നുണ്ട്, അവിടെ സ്വഭാവം അറിയാലോ. പോ പോ പോ. എനിക്ക് പറ്റിയ വരുവാണെന്ന് വരുമ്പോ കൊടുത്തേ. ഹലോ ഹലോ, ലോറൻസ് മാരേജ് ബ്യൂറോ? അതെ, യെസ്, ലോറൻസ് മാരേജ് ബ്യൂറോ. ഭവതി എവിടെന്നാണ് വിളിക്കുന്നത്? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. പേരെന്താണ്, നാളെന്താണ്, തൂക്കം, വണ്ണം, വയസ്സ്, നിറം, പറഞ്ഞോളൂ. അയ്യോ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല. അല്ലേ പിന്നെ? അതെ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ? ഓക്കെ. അയ്യോ, കെട്ട് നടന്നതുമില്ല, ഉള്ളതിപ്പം കട്ടാവുകയും ചെയ്യും. ഹായ് ഹായ്. ലോണ, പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉഗ്രൻ, അടിപൊളി. അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? ആര് പറഞ്ഞു കിട്ടണില്ലാന്ന്? പിന്നെ കിട്ടി. ഇന്നാള് പപ്പയുടെ കയ്യിൽ നിന്ന് 2 എണ്ണം. ഇതൊക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോന്നോ? എന്താ ഗുണം ഇല്ലാത്ത? അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ്, എന്താ കമ്മീഷൻ? എന്തിന്? ഉദാഹരണത്തിന് 3 മാസത്തിന് മുമ്പ് നടത്തിയ ഒരു കല്യാണം. പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കോ ഇല്ലാതെ എന്തു സുഖമായിട്ടാണ് അവർ കഴിയുന്നത്. ഒരു വഴക്കും ഇല്ലാതെയോ? ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല, ഇനി അവർ വഴക്കുണ്ടാക്കത്തുമില്ല. അത് ലോണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം. പെണ്ണ് സംസാരിക്കത്തൂല, ചെറുക്കന് ചെവിയും കേൾക്കത്തില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ വഴക്കുണ്ടാക്കും? അവന്റെ ഒരു മാരേജ് ബ്യൂറോ ചവിട്ടിയാ കീറിക്കളയും. എടാ, നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എഴുത്തു കൊടുക്കലായിരുന്നു പണിയിൽ. അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കന് എഴുത്തുകാരിയായ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇവൾ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത്? 2 കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കെട്ടുകഥകൾ നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് 2 കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരി. 2 കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണല്ലേ? അത് രക്ഷപ്പെട്ടു പോട്ടെ. ശരി, നിന്റെ കെട്ടിയാന്ന് കെട്ടിക്കൂടാ? അയ്യോ അയ്യോ പട്ടി. ചിന്നു, നീ വന്ന് കേറിയപ്പോ ചോദിച്ചതെന്താ? ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോന്നല്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ.